പോലീസ് പൈസ ഓഫർ ചെയ്തിരുന്നു ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി? ഉണ്ട് 20 ലക്ഷം രൂപ വരെ നമ്മുടെ അടുത്ത് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതിലും ഡിമാൻഡ് കൂടിയിട്ട് അതിനനുസരിച്ചിട്ടും സെറ്റിൽ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. നമ്മളൊരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ പോലീസ് നേരിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടനിലക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസാരിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു? ഇടനിലക്കാരായിട്ടും പിന്നെ പോലീസിൽ തന്നെ ഉള്ള ഒരു വർഗീസ് മുഖേനയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കൃത്യമായി ഈ കേസിന് പിന്നാലെ സഞ്ചരിച്ച ആ ദൃശ്യങ്ങൾ ഇപ്പോൾ തിരിച്ച് നമുക്ക് ലഭിച്ചതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് വർഗീസേട്ടനെ പോലെയുള്ള ആളുകളാണ്. ശുചിത്വം വർദ്ധിച്ചതിന്റെ 25% പോലും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതിന്റെ മുകളിൽ എന്താ പറയുക, ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിലെ നിലയിൽ CCTV ഇല്ല. അവിടെയാണ് ഇതിനേക്കാൾ ക്രൂരമായ മർദ്ദനം നടന്നിട്ടുള്ളത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ താഴത്ത് മാത്രമാണ് ക്യാമറയുള്ളൂ, അതിന് മുകളിൽ ക്യാമറയില്ല. അതുമാത്രമല്ല, മറ്റുള്ള സ്റ്റേഷനേക്കാൾ വിപരീതമായി കുന്നംകുളം സ്റ്റേഷൻ ഒരു സെപ്പറേറ്റ് ഇടിമുറിയുണ്ട്. ACP ഓഫീസിന്റെ മുകളിലെ പഴയ CI ഓഫീസ് ഒരു ഇടിമുറിയാണ്. അവിടെയാണ് ക്രൂരമായ മർദ്ദനം നടക്കുന്നത്. കുന്നംകുളം സ്റ്റേഷനിൽ ഒരു ലോക്കപ്പ് മരണം പോലും നടന്നാൽ അത്ഭുതപ്പെടാനില്ല. അത്രയും ക്രൂരമായ മർദ്ദനം നടക്കുന്ന സ്റ്റേഷനാണ്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? അല്ലാതെ ഒരു സംശയവുമില്ല, നിയമ പോരാട്ടമായി തന്നെ മുന്നോട്ട് പോകും.